എൻ്റെ അടുത്ത റേസ് നടക്കുന്ന കോളം മാരത്തോണിലെ ഹാഫ് മാരത്തോൺ ഇനി ജസ്റ്റ് 1 വീക്കേ ഉള്ളൂ. അപ്പോൾ ആ 1 വീക്കിൽ ഞാൻ എങ്ങനെയാണ് ടേപ്പർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോ. അതിൻ്റെ പാർട്ട് 1 ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ 5:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പ്രീ വർക്കൗട്ടായിട്ട് ജസ്റ്റ് ഇന്ന് L-കാർനൈറ്റൈൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. റണ്ണിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ 7.5 ml 2 ഡോസേജ് L-കാർനൈറ്റൈൻ എടുക്കാറുണ്ട്. അതായത് 15 ml ആണ് ഒരു ദിവസം ഞാൻ L-കാർനൈറ്റൈൻ ഇൻടേക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ റൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കവടിയാർന്ന് എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കഴിഞ്ഞ കുറേ ദിവസത്തെ ലോങ് റണ്ണ് പോലെ തന്നെ ഇന്നും എൻ്റെ കൂടെ നിതീഷായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല വെതറായിരുന്നു, അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റി. ഞങ്ങൾ എല്ലാ കിലോമീറ്ററും ഒരു 5ഉം 6ഉം കിലോമീറ്റർ പേസ് ആയിരുന്നു. അതായത് മാക്സിമം പോയത് ഒരു 6.5ഉം മിനിമം എനിക്ക് തോന്നുന്നു ഒരു 5:20 പെർ കിലോമീറ്റർ പേസ് വരെ ഒരു ഈസി റണ്ണിൽ മാനേജ് ചെയ്യാൻ പറ്റി. അത് ഞങ്ങളുടെ ഈസി റൺ പേസ് വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പേസ് ആയിരുന്നു, അത്യാവശ്യം നല്ല റണ്ണായിരുന്നു. അധികം ടയേർഡും ആയില്ല. പക്ഷേ നമ്മൾ ടേപ്പറിങ് ഫേസിലായതുകൊണ്ട് തന്നെ ഒരു 12 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് റണ്ണ് ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു ഇന്ന്. ടേപ്പറിങ് ഫേസിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രെയിനിങ് ലോഡ് മാനേജ്മെൻറ്റ്. നമുക്ക് പുഷ് ചെയ്യാൻ പറ്റിയാലും കഴിയുന്നതും പുഷ് ചെയ്യാതിരിക്കുക. കാരണം ഇഞ്ചറിയൊക്കെ ഉണ്ടാവും, വളരെ ഈസിയാണ് നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ആഴ്ച ഒരു റേസൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രെയിനിങ് ലോഡ് മാനേജ് ചെയ്ത് കഴിയുന്നതും ഡിസ്റ്റൻസ് കുറയ്ക്കുക, എഫേർട്ട് കുറയ്ക്കുക, ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. കാരണം എന്നാലേ നിങ്ങൾക്ക് റേസ് ടൈമിന് ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓടി 12 കിലോമീറ്റർ 1 hour 12 ഫിനിഷ് ചെയ്തു. ആവറേജ് പേസ് ഒരു 5:50 ആയിരുന്നു. അപ്പോൾ റണ്ണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൂൾ ഡൗണും കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് പിന്നെയും ഞാൻ ഒരു ബ്ലാക്ക് ടീ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ലോങ് റൺ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോട്ട്സിൽ ചെറിയ ടൈറ്റ്നസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കോട്ട്സൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തു. കോട്ട്സിൻ്റെ കൂടെ തന്നെ ഹാംസ്ട്രിങ്, കാഫ് എല്ലാത്തിനും സ്ട്രെച്ച് ചെയ്തു. കുറച്ച് ഫോം റോൾ ചെയ്തു, കുറച്ച് മൊബിലിറ്റി ഡ്രിൽസ് ചെയ്തു. കാരണം നമ്മൾ ഈ ഫ്രഷ് ആയിട്ടിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാലിൻ്റെ മസിലൊക്കെ റിലാക്സ്ഡ് ആയിരിക്കുക എന്നുള്ള ഉറപ്പാക്കുക. ലോങ് റൺ കഴിയുമ്പോൾ യൂഷ്വലി കോട്ട്സിൽ ടൈറ്റ്നസ് വരാറുണ്ട്. പക്ഷേ 12 കിലോമീറ്റർ ഓടുമ്പോൾ എനിക്ക് കോട്ട്സിൽ അങ്ങനെ ടൈറ്റ്നസ് വരാത്തതാണ്. പക്ഷേ ഇപ്പോൾ ഒരു എല്ലാ റണ്ണ് കഴിയുമ്പോഴും കോട്ട്സിലൊരു ചെറിയ ടൈറ്റ്നസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സ്ട്രെച്ചിങ്ങിനും അല്ലെങ്കിൽ മൊബിലിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് റൺ ചെയ്യാറുള്ള എല്ലാ സ്ട്രെച്ചിങ്ങും മൊബിലിറ്റിയും ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, എന്നാലും കുറേയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ L-കാർനൈറ്റൈൻ മാത്രമാണ് എടുക്കുന്നതെങ്കിലും പോസ്റ്റ് വർക്കൗട്ട് ഞാൻ ക്രിയാറ്റിനും വേ പ്രോട്ടീനും, അത് വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും റണ്ണാണെങ്കിലും ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ വേ പ്രോട്ടീൻ ഞാൻ ഒരു ദിവസം 2 സ്കൂപ്പ് എടുക്കാറുണ്ട്. രാവിലെ ഒരു സ്കൂപ്പ്, രാത്രി ഒരു സ്കൂപ്പ്. പക്ഷേ ക്രിയാറ്റിൻ നമ്മൾ ഒരു നേരമല്ലേ കഴിക്കാറുള്ളൂ. അത് ഞാൻ രാവിലെ യൂഷ്വലി വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ്. വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും റണ്ണാണെങ്കിലും സെയിം റൂട്ടീൻ തന്നെയാണ്. പിന്നെ റണ്ണിങ് പോകുന്ന ദിവസത്തെ ആകെ ഡിഫറൻസ് ഇലക്ട്രോലൈറ്റാണ്. പ്രത്യേകിച്ച് ലോങ് റണ്ണൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വാട്ടർ ലോസ് ഉണ്ടാവും. കാരണം സ്വെറ്റായിട്ടും അല്ലാതെ നമുക്ക് കുറേ വാട്ടർ ലോസ് ഉണ്ടാവും. അപ്പോൾ അത് മസിൽസിന് കുറച്ച് പ്രശ്നമാകും. മസിൽസ് ഒന്ന് ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ലോങ് റണ്ണ് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, റിക്കവർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.